അഡ്വക്കേറ്റ് ബി എൻ ഹസ്കറിലേക്ക് പോവുകയാണ്. അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ, എ കെ ബാലനെ പോലെയുള്ള ഒരു നേതാവ് ഈ സമയത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് ഇങ്ങനെയാണോ പറയേണ്ടത്? ഇവിടെ ജനാധിപത്യം സംരക്ഷിക്കാൻ, മതേതരത്വം സംരക്ഷിക്കാൻ എന്നൊക്കെ പറഞ്ഞാണല്ലോ ഇടതുപക്ഷം വോട്ട് തേടുന്നത്. അത് കേരളത്തിന്റെ പുറത്താകുമ്പോൾ ഇന്ത്യ സഖ്യത്തോടൊപ്പം അണിചേരുന്നു. അവിടെയും ഇതേ മുദ്രാവാക്യം തന്നെ മുന്നോട്ട് വയ്ക്കുന്നു. കേരളത്തിൽ എന്തായാലും ആ സഖ്യം ഇല്ലാത്തതുകൊണ്ട് കോൺഗ്രസും CPM-ഉം പരസ്പരം മത്സരിക്കുന്നു. ആരാണ് ചാമ്പ്യൻ എന്ന് തെളിയിക്കാൻ ജനങ്ങൾക്ക് മുന്നിൽ അവതരിക്കുന്നു. പക്ഷേ ബാലൻ പറയുന്നത് CPM-ന്റെ ദേശീയ പാർട്ടി പദവി സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ പോരാട്ടം എന്നാണ്. എന്താണ് അതിന് ജനങ്ങൾക്ക് മുൻപിൽ ഇങ്ങനെയൊരു വിഷയം ഈ സമയത്ത് അവതരിപ്പിച്ച ജനങ്ങളാണോ അതിന് ഉത്തരവാദി? CPM-ന്റെ ദേശീയ പാർട്ടി പദവി സംരക്ഷിച്ചു കൊടുക്കുവാൻ എന്തെങ്കിലും ഏറ്റിട്ടുണ്ടോ ജനങ്ങൾ? മഞ്ജുഷേ, CPM പ്രവർത്തകരുടെ ഇടയിൽ നടത്തിയിട്ടുള്ള ഒരു കുടുംബയോഗത്തിലാണ് എ കെ ബാലൻ ഇത്തരമൊരു പരാമർശം നടത്തിയത് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. പാർട്ടി പ്രവർത്തകർക്കിടയിലെ പാർട്ടിയോടുള്ള കൂറ് ബോധ്യപ്പെടുത്തുകയും പാർട്ടിക്കൊപ്പം പാർട്ടി പ്രവർത്തകർ നിൽക്കുകയും പാർട്ടിക്ക് വേണ്ടി ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടം അവർ സജീവമായി രംഗത്തു വരേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത്. അദ്ദേഹം ദേശീയ രാഷ്ട്രീയവും സംസ്ഥാനത്തെ രാഷ്ട്രീയവും ഒക്കെ ചർച്ച ചെയ്തതിന് ശേഷം, പ്രസംഗിച്ചതിന് ശേഷം പറഞ്ഞിട്ടുള്ള പാർട്ടിയുടെ ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് എന്നൊന്നും സംശയമില്ല. CPM-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ദേശീയ തെരഞ്ഞെടുപ്പാണ് 2024 നടക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. അപ്പൊ സ്വാഭാവികമായും CPM-നെ മാത്രമല്ല, ഇന്ത്യയിലെ ജനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. ഇന്ത്യൻ ജനാധിപത്യത്തെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. ഇന്ത്യൻ മതേതരത്വത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ്. കഴിഞ്ഞ 6 മാസക്കാലം ഇന്ത്യയുടെ ഭരണകൂടം നടത്തിയിട്ടുള്ള ഇന്ത്യൻ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും നേരിട്ടിട്ടുള്ള കടുത്ത വെല്ലുവിളികൾ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് പാർട്ടിയുടെ മുഴുവൻ നേതാക്കന്മാരും പ്രവർത്തകരും ജനങ്ങൾക്കിടയിലേക്ക് ഇന്ത്യ ഒട്ടാകെ ഇറങ്ങിയിട്ടുള്ളത്. പക്ഷേ CPM ദേശീയ തലത്തിൽ എത്രമാത്രം പിന്നോട്ട് പോയി, അല്ലെങ്കിൽ എത്രമാത്രം തിരിച്ചടി CPM-ന് 2004 ശേഷം ഉണ്ടായി എന്നതിന്റെ ഉദാഹരണം അത് നമ്മുടെ മുന്നിലുണ്ട്. അത് എ കെ ബാലൻ ഉറപ്പിക്കുകയാണല്ലോ ചെയ്യുന്നത്. അദ്ദേഹത്തിന് പരിഭ്രാന്തിയുണ്ട് ഇക്കാര്യത്തിൽ. കേരളത്തിലെ കാര്യത്തിലല്ല അദ്ദേഹത്തിന്റെ പ്രശ്നം, ദേശീയ തലത്തിൽ CPM എന്താകും എന്നുള്ളതിലാണ്. ഇപ്പോൾ നമുക്ക് കണക്കുകൾ പരിശോധിച്ചാലും എ കെ ബാലൻ പറഞ്ഞതിന്റെ ഒരു ഭാഗം വസ്തുത ഉള്ളതാണല്ലോ. ഈ ചിഹ്നത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് അഭിപ്രായ വ്യത്യാസമുള്ളത്. ആ ഒരു ഭാഗം ആദ്യം അദ്ദേഹം പറഞ്ഞ ഈ ദേശീയ പാർട്ടി പദവിയുടെ കാര്യം ശരിയാണല്ലോ. ഈ മാനദണ്ഡങ്ങളൊക്കെ നോക്കിയാലും എനിക്കിപ്പോഴും സംശയമുണ്ട്, എങ്ങനെയാണ് CPM-ന് ഈ ദേശീയ പാർട്ടി പദവി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉറപ്പിച്ച് നൽകിയത് എന്ന്. ഏറ്റവും ലിബറൽ ആയിട്ടുള്ള വ്യവസ്ഥ എന്ന് പറയുന്നത് ഈ സംസ്ഥാന പാർട്ടി പദവി കിട്ടുവാനുള്ള അവസാന വ്യവസ്ഥയാണ്. അതായത് അണ്ടർ ദ ലിബറലൈസ്ഡ് ക്രൈറ്റീരിയ വൺ മോർ ക്ലോസ് ദാറ്റ് ഇറ്റ് വിൽ ബി എലിജിബിൾ ഫോർ റെക്കഗ്നിഷൻ ആസ് സ്റ്റേറ്റ് പാർട്ടി എന്ന പദവി കിട്ടുന്നതിന് വേണ്ടി ഇഫ് ഇറ്റ് സെക്വേഴ്സ് 8% or more of the total valid votes polled in the state. അതായത് 8% വോട്ടെങ്കിലും ആ സംസ്ഥാനത്ത് പോൾ ചെയ്യപ്പെട്ടതിൽ 8% വോട്ടെങ്കിലും, അത് ഒരു സീറ്റും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങനെ കിട്ടുകയാണെങ്കിൽ സംസ്ഥാന പാർട്ടി പദവി കിട്ടും. അങ്ങനെ 4 സംസ്ഥാനങ്ങളിലെങ്കിലും സംസ്ഥാന പാർട്ടി പദവി വേണം. ഇത് ഞാൻ പലതും റെഫർ ചെയ്തു. അതിനകത്ത് കേരളത്തിലും ത്രിപുരയിലും തമിഴ്നാട്ടിലും ബംഗാളിലും ഇതനുസരിച്ചാണല്ലോ ഈ ദേശീയ പാർട്ടി പദവി CPM ഇപ്പോൾ ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്നത്. പക്ഷേ ഈ ബംഗാളിൽ ശരിക്കും പറഞ്ഞാൽ 8% വോട്ട് ഇല്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കണക്കുകൾ നോക്കുമ്പോൾ 6% മറ്റേ ഉള്ളൂ CPM-ന് ബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. ഒരു സീറ്റും കിട്ടിയതുമില്ല. അല്ല, 2019 തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ടിട്ടാണ് ദേശീയ പാർട്ടി പദവി CPM-ന് വീണ്ടും കിട്ടിയിട്ടുള്ളത്. പക്ഷെ അതിലും ഈ 8% CPM-ന് മാത്രമായിട്ടുണ്ടോ? അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 8% ബംഗാളിലടക്കം ത്രിപുരയിലും തമിഴ്നാട്ടിലും ബംഗാളിലും കേരളത്തിലുമായി 8% വോട്ട് ഷെയർ ഉള്ളത് കൊണ്ട് മാത്രമാണ് ദേശീയ പാർട്ടി അങ്ങനെയാണോ അത് ഉദ്ദേശിക്കുന്നത്? ഓരോ സംസ്ഥാനത്തും 8% വേണമെന്നില്ലേ? ഓരോ സംസ്ഥാനത്തും. അപ്പൊ അതാണ് എനിക്കൊരു സംശയം, ബംഗാളിൽ അത്ര ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമാണ്. അതുകൊണ്ടാണ് ഞാനത് ചോദിച്ചത്. എന്തായാലും ഏറ്റവും ലിബറലൈസ്ഡ് ക്രൈറ്റീരിയ അനുസരിച്ചാണ് CPM-ന് ദേശീയ പാർട്ടി പദവി ഉള്ളത്. അതായത് ഇങ്ങനെ ഞാണുമ്മൽ കളിയാണ്, ഒന്ന് അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ പോയി. അതാണല്ലോ CPI-ക്ക് സംഭവിച്ചത് 2023. അതായത് കഴിഞ്ഞ വർഷം പദവി എടുത്ത് കളയുകയായിരുന്നു. ആ കോവിഡിന്റെ സാഹചര്യം ഉള്ളത് കൊണ്ട് 2019 തെരഞ്ഞെടുപ്പിന്റെ ക്രൈറ്റീരിയ വെച്ചുകൊണ്ട് ദേശീയ പദവി പുനർനിർണ്ണയിക്കാൻ വൈകി സമയമായുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ വർഷം എന്തായാലും നഷ്ടമായി CPI-ക്ക്. അതേ രീതിയിൽ തന്നെ ഒരു ഞാണിന്മേൽ കളിയിലാണല്ലോ ഇപ്പോൾ CPM നിൽക്കുന്നത്. സംശയമില്ലല്ലോ അല്ലെ ബി എൻ ഹസ്കർ? താങ്കൾ ഒരു നിയമവിദഗ്ധനായതുകൊണ്ട് കൂടി, അഡ്വക്കേറ്റ് ആയതുകൊണ്ട് കൂടിയാണ് ഞാൻ താങ്കളോട് ചോദിച്ചത്. അതിൽ എന്തെങ്കിലും ഞാൻ മനസ്സിലാക്കിയതിൽ തെറ്റുണ്ടെങ്കിൽ താങ്കൾക്ക് തിരുത്താം. ഇല്ല മഞ്ജുഷ, അതിൽ അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ്. CPM വളരെ കൃത്യമായി 2019 സ്ഥിതി തുടർന്നാൽ മാത്രമേ
വീണ്ടും ദേശീയ പാർട്ടി പദവിയിലേക്ക് എത്തുള്ളൂ. മാത്രമല്ല ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മിനിമം 11 സീറ്റെങ്കിലും CPM-ന് കരസ്ഥമാക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ദേശീയ പാർട്ടി പദവിയിലേക്ക് പാർട്ടിക്ക് നിലനിൽക്കാനാവൂ. 8% 4 സംസ്ഥാനങ്ങളിലും വോട്ട് ലഭിക്കണം. മാത്രമല്ല ഇപ്പൊ ഇന്ത്യയിലെ മൊത്തം സ്ഥിതി കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിനെ വെച്ച് അവലോകനം ചെയ്യുമ്പോൾ അതിൽ നിന്ന് രാജ്യത്താകമാനം മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുത കൂടി ഈ ഘട്ടത്തിൽ പരിശോധിക്കുന്നു. ബംഗാളിലെ സ്ഥിതി അല്ല, അത് താങ്കൾ ഉദ്ദേശിച്ച CPM-ന് നേട്ടമുണ്ടാകുമെന്നാണല്ലോ താങ്കൾ ഉദ്ദേശിച്ചത്, അല്ലേ? നിശ്ചയമായും കേരളത്തിലും അതിന് കാരണമുണ്ട്. കേരളത്തിലെ വിടുക, മറ്റു സംസ്ഥാനങ്ങളിൽ മറ്റു പാർട്ടികളുടെ സഹായത്താൽ, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ സഹായത്താൽ, തമിഴ്നാട്ടിൽ DMK-യുടെ സഹായം അത് കഴിഞ്ഞ തവണയും കിട്ടിയല്ലോ. DMK-യുടെ വോട്ട് ഷെയർ ആണ് CPM-ന്റെ വോട്ട് ഷെയർ ആയിട്ട് വരുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. ആ 2 സീറ്റിൽ ജയിക്കാൻ കഴിയുന്നത്, അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിക്കാൻ അവസരം കിട്ടുന്നു, അങ്ങനെ 2 സീറ്റ് ജയിക്കുന്നു, അത് DMK-യുടെ വോട്ടാണ്. അത് പക്ഷേ CPM-ന്റെ അക്കൗണ്ടിലേക്ക് വരുന്നു. അങ്ങനെ അവിടെ സംസ്ഥാന പദവിക്ക് കുഴപ്പമില്ല. ത്രിപുരയിൽ കഷ്ടിച്ച് ആ ഒരു സാഹചര്യത്തെ മറികടക്കുന്നു. ബംഗാളിൽ കോൺഗ്രസിന്റെ സഹായം, അതുപോലെ തന്നെ ഇത്തവണ സിക്കാർ എന്നുള്ള മണ്ഡലത്തിൽ കോൺഗ്രസ് വിട്ടുകൊടുത്തിരിക്കുകയാണ് രാജസ്ഥാനിൽ CPM മത്സരിച്ചോട്ടെ എന്ന്. കഴിഞ്ഞ ദിവസമാണല്ലോ ധാരണയായിരിക്കുന്നത്. അവിടെ കോൺഗ്രസിന്റെ വോട്ട് കൂടി കിട്ടുമ്പോൾ ചിലപ്പോൾ രാജസ്ഥാനിൽ ഈ 8% സംശയമാണ്, അത്രയും വോട്ട് ഷെയറിലേക്ക് വരുമോ എന്ന്. ഒറ്റ മണ്ഡലത്തിലെ വോട്ട് ഷെയർ കൊണ്ട് മാത്രം അത് സാധിക്കുകയില്ലല്ലോ. എന്തായാലും ഒരു പ്രതീക്ഷ. അപ്പോൾ ഇത് മറ്റു പാർട്ടികളുടെ സഹായത്തോടു കൂടി മാത്രമേ CPM-ന് കഴിയുകയുള്ളൂ. അത് CPM-ന്റെ നേട്ടമല്ല, CPM-ന്റെ സ്വന്തം വോട്ട് ഷെയർ കൂടുന്നതല്ല. മഞ്ജുഷ്, 2004 43 പാർലമെന്റ് അംഗങ്ങൾ പാർലമെന്റ് അംഗങ്ങളുണ്ടായിരുന്ന പാർട്ടിയാണ് CPM. സ്വാഭാവികമായും 2004 5.66% വോട്ട് ഷെയറും CPM-നുണ്ടായിരുന്നു. പക്ഷെ 2019 എത്തുമ്പോഴത്തേക്കും 3 പാർലമെന്റ് അംഗങ്ങളായി അത് ചുരുങ്ങി എന്നുള്ള വസ്തുത കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. അത് സമ്മതിച്ചു തരാതിരിക്കാൻ നിർവാഹം. 1.76%. നിശ്ചയമായി അത് 4.90% വോട്ട് ഷെയർ ഇന്ത്യ ഒട്ടാകെ CPM-ന് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള വസ്തുത കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്, ഒരു സംശയമില്ല. പക്ഷേ ഇന്ത്യയിൽ രാഷ്ട്രീയപരമായി CPM-ന്റെ പ്രസക്തി എവിടെ നിൽക്കുന്നു എന്നിടത്താണ് ഈ വോട്ട് ഷെയറിന്റെയും അല്ലെങ്കിൽ പാർലമെന്റ് അംഗങ്ങളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും രാഷ്ട്രീയ പ്രസക്തി എന്തുമാത്രമുണ്ട് എന്നുള്ളതാണ്. ഒന്നാം UPA ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ CPIM-നെ സംബന്ധിച്ചിടത്തോളം CPM നിർണായക ശക്തിയിൽ മാത്രമല്ല, ഒന്നാം UPA സർക്കാർ ഉത്ഭവിപ്പിക്കുന്നതും അതിന്റെ നിർണായക ശക്തിയായ സുർജിത്ത് അടക്കം നേതൃത്വം നൽകിക്കൊണ്ട് അത്തരത്തിൽ UPA ഗവൺമെന്റിനെ നിർണായക ശക്തിയാക്കി മാറ്റുവാൻ ഇന്ത്യയിൽ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ, അതുപോലെ തന്നെ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയെ കൂട്ടിച്ചേർത്ത് പിടിക്കുന്നതിൽ CPM-ന്റെ ദേശീയ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ട്, സീതാറാം യെച്ചൂരിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വിലയിരുത്തൽ. മാത്രമല്ല, ഇന്ത്യയുടെ മതേതര നിലപാടുകൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഏറ്റവും ശക്തമായ നിലപാട് CAA അടക്കമുള്ള നിയമങ്ങൾ ഇന്ത്യയിൽ അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ ഞങ്ങൾക്ക് 3 MP-മാരുണ്ടായിരുന്നെങ്കിൽ ആ 3 MP-മാരും പാർലമെന്റിനുള്ളിൽ ശക്തമായി നിലപാടെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനം അവസാനിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഇന്ത്യയിൽ ഒട്ടാകെ രാഷ്ട്രീയ അഴിമതിക്കെതിരെ നിലപാടെടുക്കുന്ന പാർട്ടിയായി CPM മാറി എന്നുള്ളതിന്റെ ഏറ്റവും ചരിത്രപരമായിട്ടുള്ള വസ്തുതയാണ് ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ CPM കൊടുത്ത പരാതിയിന്മേൽ സുപ്രീം കോടതി അത്തരമൊരു നിലപാടെടുക്കുക. അപ്പൊ ഇന്ത്യയിൽ CPM-ന്റെ നിലപാടുകളുടെ വജ്രശോഭയാണ് ഈ പാർട്ടി എടുക്കുന്ന നിലപാടുകളാണ് ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നു എന്ന വസ്തുത. ഒരുപക്ഷെ ജനങ്ങൾക്ക് ഇടയിലേക്ക് അത് എത്രത്തോളം എത്തി എന്നുള്ളതിനെ ഈ തെരഞ്ഞെടുപ്പിന്റെ കൂടി വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ആവും. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് 1 സീറ്റ് മാത്രമേ ജയിക്കാനായി എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് സ്ഥിതിയാകെ മാറ്റിയിട്ടുണ്ട്. കേരളത്തിലെ ജനങ്ങൾ എന്തുകൊണ്ട് ഇടതുപക്ഷത്തോടൊപ്പം സഞ്ചരിക്കും എന്നുള്ളതിന് ഏറ്റവും സൂചകമായി കേരളത്തിലെ വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ വിധി വരുന്ന ദിവസം നമുക്ക് ബോധ്യമാകും. കാരണം കേരളത്തിലെ ജനങ്ങൾ